ഇരുമ്പിന്റെ നിക്കറ് വിത്ത് ലോക്ക്. ഇതെന്തിനായിരിക്കും ഇങ്ങനെ ഒരു നിക്കറ്? ഇതൊരെണ്ണം വാങ്ങണം. ഇത് എവിടെ കിട്ടും അമ്പാനെ? എന്തിനേച്ചി? ഹസ്ബൻഡ് എല്ലാം ചെറ്റാക്കാൻ വല്ലതും പോയാ? ഇത് ഉണ്ടാക്കിയ ആള് സംശയരോഗിയായിരിക്കും. അല്ലാതെ ഇമാതിരി ഐഡിയ ഒക്കെ എവിടെ നിന്ന് പറഞ്ഞത്? ഇത് ഇട്ടോണ്ട് കിടക്കണവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. കാലന്റെ രക്ഷപ്പെട്ട് ഡാൻസ് കളിച്ച് ഇളക്കിയാണ് കിളവി. നമ്മളിവിടെ കിളവി എന്നൊക്കെ വിളിക്കണതേ സ്നേഹം കൊണ്ട് വിളിക്കണം കേട്ടോ ഈ കിളവി എന്നൊക്കെ. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. എന്തായാലും അമ്മച്ചി സ്റ്റെപ്പ് എന്തോന്നത്? ക്രഷറാ? ഒരു മീന്റെ മൊത്തം മുള്ളും നിമിഷം കൊണ്ടല്ലേ അണ്ണാക്കിലാക്കിയത്. മുള്ളക്കടത്ത് മുഴുവനെ വിഴുങ്ങണേക്കെ കൊള്ളാം. തൂറുമ്പോ ക്രോസ് ഇരിക്കരുത്. സ്വന്തം കീഴ്ശ്വാസം വിറ്റുകൊണ്ട് 1.6 കോടി രൂപ ഉണ്ടാക്കിയ യുവതി. Because I was selling my farts in a jar, and unfortunately I was hospitalized because I got a little bit overzealous and was producing too many farts. എന്തുവാടാ ഇവള് പറയണത്? And ended up in the emergency room because I thought I was having a heart attack, but it turned out to just be gas pains. So I made about $200,000 selling my farts in the jar, but I was forced into an early retirement. ഇവരുടെ ആരാധകരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇവർ സ്വന്തം കീഴ്ശ്വാസം ജാറിൽ അടച്ചുകൊണ്ട് അവർക്ക് വിൽക്കാൻ ആരംഭിച്ചത്. ഇവരുടെ അധ്വാനത്തിനും കഴിക്കുന്ന ആഹാരത്തിനും അനുസരിച്ച് ഓരോ ജാറിന്റെയും വിലയിൽ മാറ്റം വരും. ഓരോ ജാറുകൾക്കും 83,000 രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയാണ് വില. ഈ ജാറ് വാങ്ങിയവരിൽ മിക്കവരും അമേരിക്കക്കാർ ആണെങ്കിലും ആ ലിസ്റ്റിൽ ഇന്ത്യക്കാരും ചെക്ക് റിപ്പബ്ലിക്കിലുള്ളവരും ഉണ്ട്. ഈ ലിസ്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള നിങ്ങൾ ചങ്കിനെ മെൻഷൻ ചെയ്യും. എന്നാലും അമേരിക്കക്കാരൊക്കെ വെറുതെ ഇന്ത്യക്കാരിൽ 6 രൂപ പോയി മേടിച്ചത്. എന്നാലും ഒരു വളിയുടെയൊക്കെ വിലയെ വളിയെപ്പോലും വെറുതെ വിടാത്ത തെണ്ടികൾ. അയ്യോ എന്തോരം വെറുതെ കളഞ്ഞു. നാളെ മുതൽ കുപ്പിയിലടച്ച് വയ്ക്കുക. പോരാ 4 ലക്ഷം ഇല്ലെങ്കിലും ഒരു 10,000 കിട്ടിയാൽ മതി. ഇവൻ കിളികൾക്കൊരു ഭീഷണിയാവുമല്ലത്. അല്ലേലും ക്രിമികടി മാറാൻ പപ്പായണല്ല. അണ്ണാര മനസ്സിൽ മറ്റെന്തോ ആരെയോ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ വെച്ചാ അങ്ങനെ ടോക്ക്? ചേച്ചി എന്താ ഉദ്ദേശിച്ചേ? എന്താ കോഴിത്തല്? എന്തുവാടാ ഇത്? പച്ചിറച്ചില്ലിത്. തൂറാൻ മുട്ടിട്ടാവും. കക്കൂസ് ഇല്ലെങ്കിൽ ഇവനെ എവിടെയെങ്കിലും സാധിച്ചൂടെ? അല്ലേ ചി പാവത്തിന് പോവാത്തോണ്ടായിരിക്കും. പോവാനുള്ള ഒരു വഴിയുണ്ട്. മലം പോവാത്തവർക്ക് ചൈനക്കാരന്മാർ പുതിയൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിലെ പാരം കയറ്റി പൊതിച്ചണക്കാവൂലടാ. ഇതെന്തിനാ നിങ്ങൾ കണ്ടുപിടിച്ചത്? ഇതിന്റെ ഉദ്ദേശം കറക്റ്റ് അത് തന്നെ. ഇതിരിക്കണവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കടാ. ഇവിടെ നിന്നൊക്കെ തവട്ടി പറഞ്ഞിങ്ങനെ പണ്ടാരം പുറത്തായോണ്ടേ ഇതുപോലെ നാടൻ പുളിയൊക്കെ ഇവിടെ കിട്ടാൻ പാടാണ്. കൊതിയാവണം ഇതിനെ. അല്ലെങ്കിൽ ഞാൻ ഈ പുളിയുടെ ആളാ. എവിടെ കണ്ടാലും വായിന്ന് വെള്ളം വരും.